നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ ഈ ഒരു വർഷത്തിലെ അവസാനത്തെ എക്സ്പയറി ഡേ ആണ്. അത് മാത്രമല്ല ഈ വർഷത്തിലെ അവസാനത്തെ ട്രേഡിംഗ് ഡേയും നാളെയാണ്. എക്സ്പയറി ഡേ ഇന്നാണ്. യു എസിലും യൂറോപ്പിലൊക്കെ ജാനുവരി 1 മാർക്കറ്റ് അവധിയാണ്. നമുക്ക് അവധിയില്ല. ഇന്നലെ നമ്മൾ കണ്ടു 26,000 താഴെ പോയ മാർക്കറ്റാണ്. അതിനുശേഷം ഗ്ലോബൽ മാർക്കറ്റും അത്ര പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും മുകളിൽ ഗോൾഡ് കാണാം. $7 ജസ്റ്റ് ഒന്ന് ഉയർന്ന് $4,339 ആയിട്ടുണ്ട്. സിൽവറിൻ്റെ പ്രൈസ് കാണാം 72.48 ആണ് പെർ ഔൺസിനുള്ളത്. ഗോൾഡും സിൽവറും പെർ ഔൺസിൻ്റെ വാല്യൂ ആണ് USDയിൽ. ബിറ്റ്കോയിൻ കാണാം $1,100 ഇടിഞ്ഞ് 87,000. ബ്രന്റ് ഓയിൽ 61. ഗിഫ്റ്റ് ഫീ നോക്കേണ്ട കാര്യമല്ല, പുതിയ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് വാല്യൂ കറക്റ്റായിട്ട് വന്നിട്ടില്ല. തൊട്ട് താഴെ ഡോ ഫ്യൂച്ചർ നോക്കാം, ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകൾ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ 6% സ്പൈക്ക് ചെയ്ത് കണ്ടിരുന്നു. ഡാക്സ് CSE 40 ഏറ്റവും അവസാനമുള്ളതാണ് യൂറോപ്യൻ US മാർക്കറ്റുകൾ. അത് ക്ലോസ് ചെയ്ത് ഏറ്റവും അവസാനമുള്ള US മാർക്കറ്റ് രണ്ടും നെഗറ്റീവായിരുന്നു. കൂടാതെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റായ രീതിയിലായിരുന്നു. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസും വിപ്രോയും എല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് നടത്തിയത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. വാരി എനർജി കമ്പനി, അത് മാത്രമല്ല നമുക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റ് ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ അവിടെ ലഭിക്കും. വാരി എനർജി കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഒരു അപ്ഡേറ്റ് ഉള്ളത്, CEO റിസൈൻ ചെയ്തു. BL കമ്പനി അപ്ഡേറ്റ് ഉള്ളത് 600 കോടി രൂപയുടെ ഒരു ഡിഫൻസ് ഓർഡർ ലഭിച്ചു. ലുപ്പിൻ ഫാർമ കമ്പനി അപ്ഡേറ്റ് ഉള്ളത്, ചൈനയിലുള്ള ഒരു ലീ ഫാർമയായിട്ടൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. RVNL 200 കോടി രൂപയുടെ ഒരു റെയിൽവേ പ്രൊജക്റ്റ് ലഭിച്ചു. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് RBI ഇവർക്ക് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്ററിൽ ഗിഫ്റ്റ് സിറ്റിയിൽ ഇവരുടെ ഓഫീസിനുള്ള അപ്രൂവൽ RBI കൊടുത്തു. അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഇവർ ഒരു വാട്ടർ സപ്ലൈ ഓർഡർ നേവി മുംബൈയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ലോയിഡ് എഞ്ചിനീയറിംഗ് കമ്പനി, ലോയിഡ് ഇൻഫ്ര ഇവരെല്ലാം തന്നെ മെർജ് ചെയ്യാനായിട്ടുള്ള അപ്രൂവൽ ലഭിച്ചു. ഗുജറാത്ത് നർമ്മദ കമ്പനി MD റിസൈൻ ചെയ്തു. കുപ്പിഡ് UAEയിലും KSAയിലും സൗദിയിലും കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലെല്ലാം തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. FMCG ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സിൽവർ ടച്ച് ടെക് കമ്പനി ഇവർക്ക് ഇന്ത്യൻ നേവിയുടെ ഭാഗത്തു നിന്ന് 2 ഓർഡർ ലഭിച്ചു. നീരജ് സിമെൻറ്റ് ഇവർക്കും ഏകദേശം 348 മില്യൺ റുപ്പീസിൻ്റെ ഓർഡർ ലഭിച്ചു. ഓറിയൻ്റ് ഗ്രീൻ പവർ കമ്പനി 17 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്രൊജക്റ്റ് 99 കോടി രൂപ വർത്ത് വരുന്ന പ്രൊജക്റ്റ് ഇവർ സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ആയിട്ട് കാണാം. താങ്ക് യു.